നമസ്കാരം. നമ്മുടെ രാജ്യം ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും ഭാരതം തന്നെ ഒന്നാമതെത്തണമെന്ന വാശിയോടെയാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പല ലോക നേതാക്കളും ഭാരതത്തെ ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതിനുള്ള കാരണം വെറും കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ രാജ്യം കൈവരിച്ച നേട്ടമാണ്. നമുക്കറിയാം, സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് എപ്പോഴും ഭാരതം സ്വീകരിക്കാറുള്ളത്. ഭാരതീയരുടെ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖല അതിവേഗം കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിതികളാലും മറ്റുള്ള വമ്പന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്തരാവുകയാണ് നമ്മുടെ രാജ്യം. ഇപ്പോഴിതാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആത്മനിർഭർ ഭാരതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സുമായി പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 12 സുഖോയ് യുദ്ധവിമാനം കൂടി ഉടൻ ലഭ്യമാകും. ഇത് വാങ്ങാനായി 13,500 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് ഒരു സുഖോയ് വിമാനത്തിന് മാത്രം വരുന്ന ചിലവ് 1000 കോടിയിലധികമായിരിക്കും. 62.6% തദ്ദേശീയ ഘടകങ്ങളാകും വ്യോമസേനയ്ക്ക് നിർമ്മിക്കുന്ന റഷ്യൻ നിർമ്മിത Su-30 MKI യുദ്ധവിമാനത്തിലുണ്ടാവുക. ഇന്ത്യയുടെ സ്വാശ്രയ കുതിപ്പിലേക്കൊരു പൊൻതൂവൽ കൂടിയാവും പുതിയ കരാർ. HALന്റെ നാസിക് ഡിവിഷനിലാകും സുഖോയ് വിമാനങ്ങൾ നിർമ്മിക്കുക എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 259 സുഖോയ് 30 വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത്. സേനയുടെ നട്ടലായി മാറിയ സുഖോയ്ക്കായി ഇന്ത്യ ഇതുവരെ $12 ബില്യൺ റഷ്യയ്ക്കായി നൽകിയിട്ടുള്ളത്. 2 സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് Su-30 MKI. ഒരേ സമയം നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും സുഖോയ് ഇന്ത്യൻ സേനയെ സഹായിക്കുന്നുണ്ട്. നിലവിൽ വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയ് Su-30 MKI വിമാനങ്ങൾ. വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് യുദ്ധവിമാനങ്ങളുടെ നവീകരണം നടക്കുന്നുണ്ട്. 272 സുഖോയ് Su-30 MKI വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത്. ഇതിൽ 50 എണ്ണം റഷ്യയിലും 222 എണ്ണം HALന്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചത്. ഇതിൽ 40 വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ. അതേസമയം പ്രതിരോധ മേഖലയിൽ ഭാരതം ദിനംപ്രതി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലുണ്ടായ വർധനവ്. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 6,915 കോടിയാണ്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 3,885 കോടിയായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ 32.5% വർധനവുണ്ടായിരുന്നതായും 21,000 കോടി കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ആദ്യമായിട്ടായിരുന്നു പ്രതിരോധ കയറ്റുമതി 20,000 കോടി കവിഞ്ഞത്. ഇന്ത്യ ആത്മനിർഭരമാകാൻ സ്വീകരിച്ച നടപടികളായിരുന്നു ഈ നേട്ടത്തിന് ആധാരം. 2022-23 17,920 കോടിയായിരുന്നത് 2023-24 32.5% വർദ്ധിച്ച് 21,000 കോടിയാവുകയായിരുന്നു. 10 വർഷം മുൻപ് രേഖപ്പെടുത്തിയ പ്രതിരോധ കയറ്റുമതിയുടെ 31 മടങ്ങാണ് നിലവിലുള്ള കയറ്റുമതി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.